അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിക്കാൻ നല്ല സാമ്പാറും, കൂട്ടാൻ ഒരു അടിപൊളി തോരനും, പിന്നെ ചോറിൻ്റെ രുചി ഒന്നുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല കൊതിപ്പിക്കുന്ന ഉള്ളിക്കറിയും ഒക്കെ ആയിട്ട് ഒരു ഒന്നാന്തര ലഞ്ചാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചോറിനുള്ള വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ടിട്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ഞാനിതാ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ വൃത്തിയാക്കി എടുത്ത നേരം കൊണ്ട് തന്നെ നമ്മൾ വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നാൽ ഞാനിതിലേക്ക് അരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിയിട്ട് ചോറാവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് കറികളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിന് ഞാൻ ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഈ പരിപ്പും ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുത്തിട്ട് ആ കുക്കറിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ച് ഞാനിത് വേവിക്കാനായിട്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾപ്പിച്ചതിന് ശേഷം 2 ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടെ അടുപ്പിച്ചിട്ടാണ് ഞാനിത് വെന്തിറക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിന് മസാല തയ്യാറാക്കാനായി ഒരു ഉരുളിയാണ് അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണയും ഒരു നുള്ള് ഉലുവയും പിന്നെ 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് ഒരു പാതി വറുതാകുമ്പോഴത്തേനും ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ വീട്ടിലെ കറിവേപ്പിലയാണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1 ടീസ്പൂൺ ഞാനിപ്പോൾ ഇളക്കൊണ്ടിരിക്കുന്ന ആ സ്പൂൺ തന്നെ കേട്ടോ. ആ സ്പൂണിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മുടെ സാമ്പാർ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ചിനുള്ള മെയിൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ മുരിങ്ങയില തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ മുരിങ്ങയില നല്ല രീതിയിൽ വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത മുരിങ്ങയില ആവശ്യത്തിനേക്ക് വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിലയും വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ചെടുത്ത കൂട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കൂട്ടെന്ന് പറഞ്ഞാൽ തേങ്ങ, ജീരകം, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു ഉണ്ടമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി അരച്ച് ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മൂടി തുറന്ന് നല്ല രീതിയിൽ ഒന്ന് ആ കൂട്ടും മുരിങ്ങയിലയും ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത് എണ്ണ ഒഴിച്ചല്ലല്ലോ, വെള്ളത്തിലാണല്ലോ വേവിച്ചെടുത്തത്. അപ്പോൾ അതിന് ശേഷം ആ എണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു മുട്ടക്കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ മുട്ടയും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്ത് ആ മുരിങ്ങയിലയും ആ മുട്ടയും ഒന്ന് വിട്ട് കിട്ടുന്നത് വരെ ഞാനൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ മുരിങ്ങയില തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഉള്ളിക്കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. ഉള്ളിക്കറിക്ക് ഞാനൊരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കറിച്ചട്ടി ചൂടായി വന്നപ്പോഴത്തേനും ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിനുശേഷം ഒരു നുള്ള് ഉലുവ, പിന്നെ അതിനുശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ചൂടായി ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീരകം കൂടി ഒന്ന് ചൂടായിട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു 20 കൊച്ചുള്ളി 2ആയിട്ട് പൊളന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഒരു പാതി പരുവത്തിനായിട്ട് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ആ സമയത്തിന് ഞാനിതിലേക്ക് ഒരു ഉണ്ടമുളക് 2ആയി കീറിയതും പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതും ഒരു
മീഡിയം സൈസിൽ ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഒരു പാതി വഴവായപ്പോഴത്തേനും ഞാൻ അതിലേക്ക് 2 മീഡിയം സൈസിലെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ ഒന്ന് വഴന്ന് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. വഴന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ തക്കാളിയും ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വലിയ സ്പൂണിൽ 1 ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു നുള്ളിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അതിലേക്ക് തട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സാമ്പാർ ചേർത്തപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ ആവശ്യത്തിന് പുളി പിഴിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മസാലയും എല്ലാം, ഈ ഉള്ളിയും തക്കാളിയും ഈ പുളിവെള്ളവും എല്ലാം കൂടെ ഞാൻ നല്ല രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ആദ്യം നമുക്ക് കുറച്ചൊന്ന് വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളവും ഞാൻ നേരിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടുള്ള ഒരു പരുവം നമുക്ക് കിട്ടും. അതല്ല മൊത്തത്തോടെ ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പം വെള്ളം പോലെ ആയിപ്പോകും. അതുകൊണ്ടാണ് കേട്ടോ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് തിള വെച്ചാനായിട്ട് കാത്തിരിക്കുക. വറ്റി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ശർക്കര പൊടി കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരയല്ല, 1/4 ടീസ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാനൊരു ഇതേപോലെ ശർക്കര പോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിക്കറിയും ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയും ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ചിനുള്ള വിഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളച്ചോറും, പിന്നെ അതിലേക്ക് നമ്മുടെ നാടൻ മുരിങ്ങയില തോരൻ മുട്ടയും കൂടെ ചേർത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നാടൻ മുരിങ്ങയില തോരനും, പിന്നെ നമ്മുടെ കൊതിയൂറുന്ന ഉള്ളിക്കറിയും, ആ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റി അറിയാൻ പറ്റുമല്ലോ, നല്ല രുചിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാങ്ങ അച്ചാറും, പിന്നെ നമ്മുടെ മെയിൻ സൂപ്രധാനമായ നമ്മുടെ സാമ്പാറും, പിന്നെ അതിലേക്ക് നമ്മുടെ പപ്പടം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പപ്പടവും ചേർത്ത് നമ്മുടെ നല്ല ഒരു അടിപൊളി നാടൻ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.